ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഫൺ ക്രാഫ്റ്റ് ചെയ്താലോ? ഒരു ഒറിഗാമി ബോട്ട് റൈഡ്. അപ്പോൾ ഇതിലുള്ള ബോട്ടും ആളുകളും പാഡിലും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് അത് കളർഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കുക. ഇനി അത് സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാഡിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരാൾക്ക് 2 എണ്ണം എന്നുള്ള രീതിയിൽ 8 പാഡിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഇത് അതേപോലെ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെ ഒക്കെ പുറം പേജ് പോലെ അതെടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ പങ്കായത്തിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. വരച്ചെടുത്തതിന് ശേഷം ബ്രൗൺ കളർ സ്കെച്ച് ഉപയോഗിച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അറിയാനായിട്ട് ഞാനെടുത്ത പേപ്പറിൻ്റെ സൈസ് ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് സെൻറ്റർ ചെയ്യുന്നൊരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് എത്രണ്ണം വേണോ അതനുസരിച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്ന ഈ ഒരു അളവിൽ 4 പാഡിലാണ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ 8 പാഡിൽ വരച്ച് കളർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിസർ ഉപയോഗിച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള ബോട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ബ്ലൂ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഫ്ലോറിൽ വെച്ചിട്ട് ഇത് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ബോട്ട് വെള്ളത്തിലൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ അത് കാണിക്കാൻ, വെള്ളത്തിൻ്റെ ആ ഫ്ലോ കാണിക്കാനായിട്ട് വൈറ്റ് കളർ പെന്ന് ഉപയോഗിച്ചിട്ട് 2 സൈഡിലുമായിട്ട് അതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്യൂട്ട് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ആളുകൾ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് സിസർ ഉപയോഗിച്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആളുകൾ ഇതിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ കയ്യിൽ നമുക്ക് പാഡിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാഡിൽ അതേപോലെ 2 സൈഡിലുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം ഒരുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരുത്തരെയായിട്ട് ബോട്ടിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫണ്ണായിട്ടുള്ള ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ അടിപൊളി കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.